ഫ്രണ്ട്സ്, അജീഷ് ടോക്സിലെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജഡായു പാറയുടെ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഫായിസ് ഉണ്ട്. ജഡായു ബ്ലോഗ്സിലെ ഫായിസാണ്. അനന്തകൃഷ്ണനുണ്ട്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അനന്തകൃഷ്ണൻ ഫ്രം ആലപ്പുഴ. ഇവൻ നമ്മുടെ ഇവിടെ ഉള്ള തന്നെ സ്ഥലം ചടയമംഗലത്താണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജഡായു പാറയിൽ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ എടുക്കുന്നതും നമ്മുടെ ഗൈഡായിട്ടുള്ളതും ഫാരിസ് ആണ്. ഇവൻ്റെ അനിയനാണ്. ഫാരിസ് ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ പുള്ളിക്കുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അവിടെയും പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇന്നത്തെ വിശേഷം ജഡായു പാറ. എനിക്ക് ഈ ഒരു അവസരം ഒരുക്കിയത്, ഈ ജഡായു പാറയിൽ പോയി കാണാനും ഇതിനുള്ള ഒരു അവസരം ഒരുക്കിയത് ഫായിൻ്റെ ബാപ്പയാണ്. അങ്കിളിവിടെ ഇപ്പോൾ ഇല്ല, ഉണ്ടായിരുന്ന വീഡിയോയിലോട്ട് വിളിക്കുമായിരുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട്. നമ്മൾ ജഡായു പാറയിലുള്ള എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം, അല്ലെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പം നമ്മൾ ആ ഒരു വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം. അയ്യോ, അങ്ങനെ നമ്മൾ ജഡായു പാറയിലോട്ട് എത്തിയിട്ടുണ്ട്. എല്ലടാ ഫൈന? നമ്മുടെ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? നമ്മുടെ ചടയമംഗലത്താണ്. അതൊന്നും സ്ഥലത്തിനെ പറ്റി എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു ഇവിടെ ഇരിക്കുമ്പം നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ കൂടെ ഫാരിസാണുള്ളത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ വിഷ്വലി ചലഞ്ചറാണ്. അപ്പം ഫാരിസാണ് വീഡിയോസ് എടുക്കുന്നത്. ഫാരിസ് നിങ്ങൾക്ക് ഈ ജഡായു പാറയിലെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. പിന്നെ ഈ ജഡായു പാറ എന്ന് പറയുന്നത്, അതായത് ഇതൊരു പക്ഷിയാണ്. എനിക്ക് തോന്നുന്നു ഫാരിസിന്റെ എന്തിന്റെ രൂപത്തിൽ ഏകദേശം ഇരിക്കുന്നത്? അത് നമ്മള് പരുന്തിന്റെ ഒക്കെ ഒരു രൂപത്തിലാണ്. പരുന്തിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ചരിത്രമുള്ളത്, ജഡായു എന്നുള്ള പക്ഷി ഇവിടെ വന്ന് മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ചത്തു പോയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതെ, അങ്ങനെയൊക്കെ ഉള്ള ചരിത്രമുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ ജഡായു ഇവിടെ വന്ന സമയത്ത് ഒരു ചിറകില്ലാത്ത ജഡായു, അതായത് ഈ ജഡായു എന്ന പക്ഷിയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് ചിറകില്ലാത്തതും ഒരു സൈഡ് ചിറകുള്ളതുമാണ്. പിന്നെ ഇത് തറയിൽ കൊത്തി കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുളം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കാണിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് കുറെ മാറ്റങ്ങൾ. ഈ ജഡായുവിന്റെ ഉള്ളിലോട്ട് മ്യൂസിയം വരുന്നുണ്ട്. ജഡായുവിന്റെ ഒരു ചിറകുള്ള ഭാഗത്തിന്റെ അടിയിലോട്ട് തിയേറ്റർ വരുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടെയുള്ള ഗൈഡ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പറയും ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മുടെ ജഡായു ബ്ലോഗ്സിലെ ഫൈനാണ്. അറിയാം, ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. ഞാൻ അജീഷ്, ഇത് അനന്തകൃഷ്ണൻ. ഫാരിസിന്റെ ഫേസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഫാരിസ് ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫാരിസിന്റെ ബാക്കിൽ കൈവയ്ക്കും, ട്രെയിൻ പോലെ പെയ്യോണ്ടിരിക്കും. ഫാരിസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഫാരിസ്, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ, നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഒരു ട്രെയിനിലെ എൻജിൻ പോലെ നമ്മുടെ ഫാരിസ് വർക്കായിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ ബാക്കിലുള്ള ബോഗീസ് മാത്രം. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. നല്ലൊരു സ്ഥലമാണ്. എനിക്കിവിടെ നിൽക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്. അവിടെ ഫാരിസ് ഇവിടെയുള്ള ആകാശം ഒന്ന് കാണിക്കാം. അവിടെ ഒരു മഴക്കോളൊക്കെ ആകാശമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജഡായുവിൻ്റെ ഫ്രണ്ട് ഭാഗം, അല്ലെ? കറക്റ്റ് ഫ്രണ്ട് ഇതല്ലേടാ? അതെ, നല്ല പ്ലേസ് ആണ്. ജഡായുവിന്റെ ആ കണ്ണുണ്ടോ? അതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ നമുക്കതിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പോഴതായിട്ടില്ലെന്നാ പറഞ്ഞത്. ജഡായുവിന്റെ കണ്ണിലൊക്കെ കയറാൻ പറ്റുമെന്നൊക്കെയാ പറയുന്നത്. പിന്നെ ജഡായു ഇവിടെ കൊത്തിക്കുളം ഉണ്ടാക്കിയത് ഇവിടെ എവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഡോറയുടെ പ്രയാണം പോലെ. നിങ്ങളത് കാണുന്നുണ്ടോ? ഇത് അവിടെ, അത് തന്നെ. എവിടെ? അതേപോലെ. അപ്പൊ ഇവിടെ വിശ്രമ കേന്ദ്രമാണ്. അവിടെ വലത് സൈഡ് ഒരു ഷോപ്പ്. ഓക്കെ, ഇവിടെ ഷോപ്പൊക്കെയാണ്. പിന്നെ ഇവിടെ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, വിഷ്വലി ചലഞ്ചായതുകൊണ്ട് അതാണ് ഗൈസ് തട്ടി നോക്കിയത്. ജഡായു അതാണ് കൊത്തി കുളമാക്കിയ സ്ഥലം. അവിടെ ഇവിടെയും ജഡായുവിന്റെ വിഗ്രഹം ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പം ഓക്കെ, ഓ അങ്ങനെയാണ്. ഇവിടെയുള്ള വേറെ ചരിത്രങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഇല്ല, നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇല്ല പോകുന്നേ ഉള്ളൂ. നമ്മളിനി പോവാം.
ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. ഇതുവരെയും പറ്റിയിട്ടില്ലാത്ത കുളമാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രീരാമന്റെ ദേശീയമായിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. ഇവിടെ മാത്രമാണ് അങ്ങനെയുള്ള വിഗ്രഹം ഉള്ളതെന്നൊക്കെയാണ് അറിവ്. അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചയിലോട്ട് പോവാം. ഇനി എങ്ങോട്ടാ? ഗൈസ് അങ്ങോട്ട് പോവാം. ഇതാണ് ഗൈസ് ജഡായുവിന്റെ പിറകു ഭാഗം. ഇതാണ് ഗൈസ് ജഡായുവിന്റെ പിറകു ഭാഗം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നല്ലേ ഒരു ചിറകില്ലാത്ത. ഇവിടെയല്ല, അപ്പുറത്തെ സൈഡ്. നമ്മൾ വന്ന സൈഡിലാണ് ഗൈസ് ഒരു ചിറകില്ലാത്ത സൈഡാണ് ഒരു ചിറകില്ലാത്തത്. അത് നമുക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും കാണിക്കാൻ പറ്റൂലടാ. ഓക്കെ, ഇവിടെ ഈ സൈഡ് ഫുള്ള് ജഡായു ആണോ? ഓ ഗൈസ് അതാണ് ടെമ്പിൾ കേട്ടോ, അമ്പലം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ എന്റെ പൊന്ന് ഇപ്പോൾ ഉള്ള അവസ്ഥ ഇവിടെ കിട്ടില്ല വൈബ് സാധനം കേട്ടോ. പിന്നെ നമ്മുടെ വലത് സൈഡ് എന്താണ് കാണുന്നത് ഫാരിസേ? നമ്മളെ വലത് സൈഡ് കുന്നും മലകളും ഫുള്ള് പച്ചപ്പും. ഓ അങ്ങനെയാണല്ലേ. പിന്നെ താഴെ റോഡും വീടും അങ്ങനെയൊക്കെ. ഓ അങ്ങനെയുള്ള സ്ഥലമാണ്. പിന്നെന്താ നമ്മുടെ ഇടത് സൈഡ് എന്താ? ഇടത് സൈഡ് ജഡായുവിന്റെ കൈ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ സ്റ്റെപ്പ് നമ്മുടെ നമുക്ക് ഗൈഡെല്ലാം പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുകൊണ്ടാ സ്റ്റെപ്പ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതെ, ഇവിടെയൊക്കെ പണി. ഇവിടെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇതാണ് ജഡായുവിന്റെ വാല്. അതായത് വാലുള്ള സൈഡാണല്ലേ ഇത്. അപ്പൊ ഈ സ്റ്റെപ്പൊക്കെ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നടക്കുമ്പോൾ ദും 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 ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വെളിയിലും എന്തിനു പറയുന്ന ഇന്ത്യയുടെ വെളിയിൽ നിന്ന് തന്നെ വരുന്ന ടൂറിസ്റ്റ് എക്സ്പ്ലോറേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ എന്തൊക്കെ കാണുന്നതെന്ന് ഫാരിസ് പറഞ്ഞു തരും. ഒരു പക്ഷി ഇതോ പറക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണാൻ പറ്റാന്ന് അറിയത്തില്ല. ഇതാണ് ഗൈസ് ജഡായുവിന്റെ വാല്. പിന്നെ താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് അമ്പലം. വലത് സൈഡ് എന്താണോ? വലത് സൈഡില് ഗൈസ് കൊരങ്ങനും കൊച്ചുങ്ങളൊക്കെ ഇതോ പോണു. വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. പോണു ഗൈസ്. അവിടെ കൊരങ്ങന്മാരുടെ കുട്ടികളുമായിട്ട് പോകുന്നു. ഇവിടെ ഒരു കൂട്ടം കൊരങ്ങന്മാര് വീഡിയോ കൊണ്ട് നടക്കുന്നു. പാറയുടെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. പാറയുടെ മണ്ട എന്ന് പറയുന്നത്, അതായത് ഇത് ജഡായു എന്ന പക്ഷിയെ ചെയ്തിരിക്കുന്നത് പാറ കൊണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കേറാൻ പറ്റുമായിരിക്കും അല്ലേ? നമുക്ക് കയറി വെക്കാലോ. ബുദ്ധിമുട്ടുണ്ടാവോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കേറാൻ പോകുന്നത് ജഡായുവിന്റെ മേളിലാണോ? ഗൈസ് അങ്ങ് മേല് കേറാൻ പറ്റൂല, നമുക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങോട്ട് കയറി എന്തെങ്കിലും പറഞ്ഞാലോ? അപ്പൊ കേറാൻ പറ്റില്ലായിരിക്കും. ഇത് ജഡായുവിന്റെ ഒരു സൈഡാണോ? എങ്ങനെയാ? ഇതാണ് ഗൈസ് ജഡായുവിന്റെ ഇത് മറ്റേ ചിറക്. ഇവിടെയാണ് ഒരു സൈഡിലെ ചിറക്. ഇത്രയും ഭാഗം ഒരു ചിറകാണ് ഗൈസ്. നഷ്ടപ്പെട്ടതാണോ? ഓക്കെ, ആ ഒരു ചരിത്രം നമ്മുടെ അനന്തകൃഷ്ണൻ പറയുന്നതായിരിക്കും. അനന്ത, എന്താ ഈ ജഡായു എന്ന് പറയുന്നത്? എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ജഡായു എന്ന പക്ഷിയെ കാണാൻ പരുന്തിനെ പോലെ അല്ലേ ഹാരിസ? പരുന്തിനെ പോലെയുള്ള ഒരിതാണ്. അപ്പം ഇതിനെ എന്തെന്നാണ് നിന്റെ അറിവിലുള്ളത്? എന്താണ് എൻ്റെ അറിവിൽ? പഴയ ജീവിതത്തിലുള്ളത് ശ്രീരാമകഥയിലെ ഏറ്റവും ഏറ്റവും വലിയൊരു പക്ഷിയാണ് ജഡായു എന്ന് പറയുന്ന പക്ഷി. അപ്പോൾ അത് ഇവിടെ വെച്ചാണ് രാവണൻ ഒരുപക്ഷെ ജഡായുവിൻ്റെ ചിറക് കണ്ടിച്ച് വന്ന സ്ഥലം ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ അല്ലേ? ഉറപ്പില്ലാതെ ഒരു പക്ഷേ അത് എനിക്ക് പറയാനായിട്ട്, കാരണം എവിടെ വെച്ച് സംഭവിച്ചെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, പക്ഷേ എനിക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം, എങ്കിലും ഇതൊരു അത്ഭുതമാണല്ലേ. അതായത് ഒരു ശില്പി ഇല്ലാതെ ഒരിക്കലും ഒരു ശില്പം ഉണ്ടാവില്ല. ഒരു ശില്പി എത്ര നാളത്തെ പുള്ളിയുടെ ഇതായിരിക്കും, എന്തെന്ന് ഞാൻ പറഞ്ഞുതരാൻ, എഫേർട്ടായിരിക്കും ഇങ്ങനൊരു വലിയൊരു ശില്പം ഇവിടെ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു വലിയൊരു ശില്പം. ഇതും എനിക്ക് അത്യാവശ്യം നല്ല വലുതാണ്. ഇതിനെ എന്തിനെ കൊണ്ട് കമ്പയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതിന് ഈ പാറ ഉണ്ടാ, നമുക്കിവിടെ തൊട്ട് നോക്കാനൊക്കെ പറ്റില്ല ഫാരിസ? നോക്കട്ടെ, നമുക്ക് ഇതിന്റെ ഇവിടം വരെ കേറാം. ഇതാണ് വാല്. നല്ല കട്ടിയുള്ള ഇതാണ്. നമുക്ക് ഈ വാലിൽ ഇരുന്ന് നോക്കാം. ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരുന്ന് ഓക്കെ, നമ്മളങ്ങനെ വാലിലിരുന്ന് പോലീസ് ഫിസിലടിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അപ്പം ഇരിക്കാൻ പാടില്ല കേട്ടോ, ഇവിടെ വന്നിരിക്കാൻ പാടില്ല. നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇങ്ങനെയാണ് ഇവിടെയുള്ള. തൊട്ട് നോക്കിയപ്പോൾ നല്ലതാണ്. എനിക്കൊന്നും മേളിലോട്ടൊന്നും അപ്പോൾ കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇത് വാലാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചയിലോട്ട് പോവാം. ഫാരിസിൻ്റെ നമുക്ക് ട്രെയിൻ എഞ്ചിനാക്കാം. ഇതാണ്
ഇവിടെ നേരത്തെ മുമ്പ് ഫ്രീ ആയിട്ട് നമുക്ക് വരായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താടാ? ഇവിടെ അമ്പലം. ഇതാണ് അമ്പലം അല്ലേ? ഈ അമ്പലത്തിൽ എങ്ങനെ നമ്മൾ സാധാരണ പൂജയ്ക്കൊക്കെ ആളുകൾക്ക് വരാൻ പറ്റും? അതോ ടിക്കറ്റ് എടുത്താൽ മാത്രമാണോ വരാൻ പറ്റുന്നത്? ഇത് കാഴ്ചകളാണോ മാത്രം. ഓ, അങ്ങനെയുള്ള അമ്പലമാണ്. ഓക്കെ. ഈ അമ്പലത്തിനകത്ത് കയറാൻ പറ്റുമോ? പറ്റും. അതാണ് ശ്രീരാമന്റെ അമ്പലം. അതെ, ദേശീയഭാവത്തുള്ള ശ്രീരാമന്റെ വിഗ്രഹമുള്ള ഏക സ്ഥലം ഇവിടെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും? നമുക്കും അറിയില്ല, നമ്മൾ ചോദിച്ചാണ് പോകുന്നത്. നമ്മളവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ നമുക്ക് അകത്ത് പോവാം. ഓക്കെ. എനിക്കൊരു പണി പറ്റി കേട്ടോ. എനിക്കും ഫാരിസിനും നമ്മൾ വീഡിയോ ആദ്യം എടുത്തപ്പോൾ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുത്ത. യൂട്യൂബിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് റീടാക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മളങ്ങനെ എത്തി നടന്ന് നമ്മൾ ടെമ്പിളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങാൻ. ഒരു പട്ടി വലഞ്ഞ് വെള്ളമില്ലാതെ നടക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും. ഒരു പട്ടി വെള്ളമില്ലാതെ നടക്കുവാണ്. ഈ ചൂട് കാലാവസ്ഥയിൽ അതിനുപോലും വെള്ളം കിട്ടുന്നില്ല. അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റൂല. എന്തുറ്റി? കയറ്റി വിടാനും. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്തോട് പോകണം. ഇവിടെ കാണാൻ കാഴ്ചകൾ മാത്രമാണുള്ളത്. എനിക്കൊന്നും തൊഴിലും അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. ചെരുപ്പൊരു വേണ്ട കാര്യം ഇവിടെ ഉണ്ട്. പിന്നെ അപ്പം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ ഫാരിസ് വിവരിച്ച് തരും. ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെയുള്ള ടെമ്പിളിന്റെ കാഴ്ചകളാണ്. ജഡായിപ്പാറയിലെ ടെമ്പിളിന്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ വ്യൂ പോയിന്റും കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കുറെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമ്മളും കുരങ്ങന്മാരാണോ ഗൈസ്? ഫാനുണ്ടോ? ഫാനുണ്ട്. ഇവിടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത്. നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. ഇത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഗൈസ്. നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പേസസ് ആണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ വരിക, ആസ്വദിക്കുക ഗൈസ്. കാൽപ്പാട് ആ ഭാഗത്ത് എവിടെയാ കണ്ടാണ് ഗൈസ്. നമുക്ക് നോക്കാം. ക്ലിയർ ആയിട്ട് സ്ഥലങ്ങളൊന്നും അറിയില്ല. കുരങ്ങന്മാര്. ടിക്കറ്റ് ഇവിടെ 500 കേട്ടോ. ആ ഒരു ടിക്കറ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആക്സസ് ഉള്ളൂ. നമുക്കാണെങ്കിൽ ഫ്രീ ആണ്. നമ്മുടെ ഫാനിൻ്റെ പപ്പയുടെ സ്പോൺസറാണ് ഇവിടെ. അപ്പം ഓരോരോ ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സ്റ്റെപ്പുണ്ട്, സൂക്ഷിക്കുക. ഓക്കെ. നമ്മളെന്താ തിരിച്ചറിയുന്നത്? കാൽപ്പാട് എവിടെയാ? കാൽപ്പാട് ഗൈസ് അവിടെയാണ്. നിങ്ങൾ കണ്ടുകാണും. ആ ഒരു കുളം വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ് ഗൈസ്. സ്റ്റെപ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അല്പം ഒരു ഡിലേ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നടക്കുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് നമ്മൾ കണ്ട ഭാഗം തന്നെയാണ്. നമ്മളെ എൻട്രൻസ് ആണ് ടെമ്പിളിൻ്റെ. ഓക്കെ. അപ്പം നമ്മളങ്ങനെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണേണ്ട വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. എനിക്ക് ആ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ഒരു എൻട്രൻസ് കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് ജഡായിലെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. കാര്യങ്ങളൊക്കെ വഴിയൊക്കെ കാണാം. നമുക്ക് തന്നെ ഇവിടെ കുറേ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഇവിടെ മഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണോ? ഇവിടെ രാത്രിയൊക്കെ നല്ല സൂപ്പറായി. പക്ഷെ എത്ര മണി വരെയാണ് ഇവിടെ പെർമിഷൻ ഉള്ളതെന്ന് എനിക്കറിയില്ല. വൈകുന്നേരം വരെ ഉള്ളൂ ഗൈസ്. വൈകുന്നേരം വരെയാണുള്ളത്. 6 മണി വരെയൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. ഈ ജഡായുവിന്റെ മേളിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിരുന്നു. പക്ഷെ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു കണ്ണിലൊക്കെ കയറാൻ പറ്റുമെന്നാ പറയുന്നത്. അത് എങ്ങനെയാണ് എനിക്കറിയില്ല. അവിടെയൊക്കെ കയറാൻ പറ്റുമെന്നാണ്. പക്ഷെ ടിക്കറ്റ് എടുക്കണം. അതിന് സ്പെഷ്യൽ ടിക്കറ്റ് ആണോ? എന്തായാലും പാറ ഉണ്ടാക്കാൻ നിർമ്മിച്ച നല്ല സ്ഥലം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇതുവഴിയാണ് നമുക്ക് പുറത്തോട്ട് പോവേണ്ടത്. അപ്പം നമുക്കിവിടെ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിയിൽ സൈഡിൽ കുറച്ച് നല്ല കാഴ്ചകളുണ്ട്. ഫാരിസ് പകർത്തുന്നുണ്ടായിരിക്കും.
അപ്പം ഇവിടെ നമ്മൾ ആദ്യം സത്യം പറഞ്ഞ വീഡിയോ പകർത്തിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഫോണ് ലാൻഡ്സ്കേപ്പ് അല്ലായിരുന്നു, എന്തുകൊണ്ടാണ് വിഷയം. നമ്മൾ വന്നപ്പോൾ കണ്ട കുളമാണത്. നമ്മൾ ചരിച്ച് പിടിക്കണേ. ഓക്കെ വാ. गिर जाएगा ना, ऐसा मत करो, साइड में करो ना, गिरा ना फोटो के चक्कर में. फोटो के नहीं है, अभी कैरी करा. ഇത് മൂവ് ചെയ്ത് തുടങ്ങിയോ? ഇല്ല. അപ്പൊ ഗൈസ് നമ്മള് റോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ കയറിയിട്ടുണ്ട്. ഇതില് ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ടൈം നമ്മൾ ഇതിൽ തന്നെയാണ് കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു ഡിവൈസിൽ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. അപ്പൊ എന്താണ്, ഇതിൽ 2 സീറ്റാണുള്ളത്. ഇവിടെ കുറെ ആളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ അനന്തകൃഷ്ണൻ നമ്മളാണുള്ളത്. അപ്പം നിങ്ങളുടെ സ്വന്തം മജീഷ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ ക്യാമറാമാൻ ഫാരിസിനൊപ്പം അജീഷൻ, അനന്തു ആൻഡ് ഫാൻ. അപ്പം നമ്മുടെ പുറം കാഴ്ചകളിലോട്ടാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വല്ലാത്ത കിടിലമാണ്. നമ്മുടെ ടെക്നോളജീസൊക്കെ ഏതുവരെ എത്തിയെന്നാണ് നമ്മൾ ഇതിലിരുന്നുകൊണ്ട് ചിന്തിക്കേണ്ടത്. എന്ത് പറയാനാ, വേറെ വൈബ് സംഭവം. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പം കിടല സൂപ്പറാണ്. പക്ഷെ എനിക്കിതിലൊരു പോരായ്മയായിട്ട് തോന്നിയത് സ്ലോ ആണ്. ഇതിൽ കുറെ ഫാസ്റ്റ് ആയിരുന്നു, ഇതിൽ കിഡിലായിരിക്കുമായിരുന്നു. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ടിക്കറ്റ് 500 റുപ്പീസാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കൺസെഷൻ ഉണ്ടാവും. പിന്നെന്താണ്, സൂപ്പർ 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 യാത്രയാണ്. യാത്ര ഒരു പാട്ട് പാടിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കണ്ണുകൊണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ, നിന്നോടെ എനിക്കെന്തോന്ന് തോന്നുന്നേടി. കണ്ണുകൊണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ, നിന്നു ചിരിക്കല്ലടി, നിന്നോടെ എനിക്കെന്തോന്ന് തോന്നുന്നേടി. താനോ ദാനന്ദിനം താനി, താനോ ദാനന്ദിനം താനി, താനോ ദാനന്ദിനം താനി തന്നിന്നാനേ. മുട്ടോളം മുടിയുള്ള പെണ്ണെ, മുല്ലപ്പൂ നിറമുള്ള പെണ്ണെ, നിന്നോടെ എനിക്കെന്തോന്ന് തോന്നുന്നേടി. മുട്ടോളം മുടിയുള്ള പെണ്ണെ, മുല്ലപ്പൂ നിറമുള്ള പെണ്ണെ, നിന്നോടെ എനിക്കെന്തോന്ന് തോന്നുന്നേടി. താനോ ദാനന്ദിനം താനി, താനോ ദാനന്ദിനം താനി, താനോ ദാനന്ദിനം താനി തന്നിന്നാനേ. വീട്ടിലും പാട്ടൊക്കെ പാടി സന്തോഷിച്ച് പൊളിയായിട്ട് പോവുകയാണ്. എന്നാലും എപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു അവസരം. എനിക്ക് ഒരിക്കലും ഫാരിസിൻ്റെ ബപ്പയാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അപ്പം ഇതൊക്കെയാണുള്ള കാഴ്ചകൾ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂർ മൈസൂർ പാലസ് ആണ്. സൂപ്പർ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പം പിന്നെ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു ഗിവ് അവേ വരുന്നുണ്ട്. എൻ്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്ര ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. എവിടെ തൊട്ട് എവിടെ വരാണെന്ന് ഞാൻ പറയുന്നില്ല, തികച്ചും സൗജന്യമായിരിക്കും. അപ്പം പിന്നെ അതെന്തായാലും അടുത്ത വീഡിയോയിൽ മൈസൂർ പാലസിലോട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയമെന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അപ്പം പിന്നെന്താ, എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും പൊളിച്ചെടുക്കും. ഈ ഒരു വീഡിയോ തന്നെ പൊളിച്ചടുക്കി എന്നുള്ളതിൽ നമുക്കൊരു മാറ്റം ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫാനിൻ്റെ ഒരു മിമിക്രി നമുക്ക് കേട്ടാലോ. ഫാൻ നീ ഒന്ന് മൂന്നിട്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെ ഫാനുണ്ട്. ഫാനൊരു കലാകാരനാണ്, നിങ്ങൾക്കറിയാലോ. അപ്പം നമുക്ക് ഫാനിൻ്റെ ഒരു മിമിക്രി കേൾക്കാം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശ സാറ് ഒരു DJ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഓക്കെ.
ദൈവം പറഞ്ഞിട്ടുണ്ട് പൊലിക്കാതി പൊലിമകം ഔവ പൂവ ചുവ മഞ്ഞ പൂവ ചുവ മഞ്ഞ പൂവ ചുവ മഞ്ഞ മഞ്ഞക്കിളി മൂളിപ്പ പൂവ ചുവ മഞ്ഞ മഞ്ഞ. ഓ ഗൈസ് സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം നമ്മുടെ ഒരു കിടിലം കലാകാരാണ് നമ്മുടെ കൂടെയുള്ള ഫായിസ്. എനിക്ക് ജഡായി ബ്ലോഗ്സിലെ ബ്ലോഗറാണ്. അപ്പം എന്തെന്ന് പറയാൻ സപ്പോർട്ട് അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെന്താ പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഇത്രയും സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. ഹിന്ദിയാണ് ലാംഗ്വേജ് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കും. എന്തായാലും നമ്മുടെ സ്പീച്ച് എന്തായാലും ലിസൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓക്കെ, നമുക്ക് കൺഫേം ആണ്. പിന്നെ നമുക്ക് ഫായൻ എന്ന് പറയുന്നത് അസാധാരണ കലാകാരനായതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ബീറ്റ് ബോക്സിംഗ് ഓക്കെ. അപ്പൊ നമുക്ക് ബിഗ് ബോക്സിങ്ങിലോട്ട് പോവാം. അപ്പൊ 3 സൗണ്ടുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കിയാലോ. അപ്പൊ നിങ്ങളെല്ലാം റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ സൗണ്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഈ 3 സൗണ്ടുകൾ ഒരുമിച്ച് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. സൂപ്പർ. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പയ്യനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് ഉയരങ്ങളുടെ മേളിലാണ്, ആകാശത്ത് നിന്ന് പറക്കുന്ന പക്ഷിയെ പോലെയാണ് നമ്മൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇവ അല്പം ഫാസ്റ്റ് ആയിട്ടുണ്ട്. എന്തെന്ന് പറയാൻ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. എന്തെന്ന് സൂപ്പർ. നിങ്ങളൊക്കെ ഇവിടെ നിന്ന് സ്ഥലമൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ഒരുപാടുണ്ട്. എനിക്ക് തന്നെ രാവിലെ 10 to 6 PM ആണ് ടൈം എന്ന് തോന്നുന്നു. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക, കാണുക. നമ്മുടെ സ്വന്തം കേരളത്തിലെ സെക്കൻഡ് ജില്ല കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലം. തിരുവനന്തപുരത്ത് നിന്നും 69 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും. എന്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ജഡായി പാറയുടെ മെയിൻ എൻട്രൻസ് ആണ്. അപ്പൊ ഇത്രയും സമയം കണ്ടത് മെയിൻ എൻട്രൻസ് തന്നെയാണ്. പക്ഷേ ജഡായു എന്ന പക്ഷിയെ ഒരു ശില്പമായിട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ടുള്ള എൻട്രൻസ് ആണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് കുറച്ച് എൻട്രൻസും കുറെ ഷോപ്പിംഗ് മാർക്കറ്റ് അല്ലെ ഫാരിസ്, കുറെ ഷോപ്പിംഗ് മാർക്കറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ കാണാം, എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. വീണ്ടും പറയുന്നു, എനിക്ക് ഈ ഒരു അവസരം ഒരുക്കിയത്, ഈ ഒരു വീഡിയോയ്ക്ക് ഒരു അവസരം ഒരുക്കിയത് ഫാരിസ് ആൻഡ് ഫായിന്റെ ബാപ്പയാണ്. വളരെ നന്ദി. എൻ്റെ ഫായിന്റെ ബാപ്പയാണ്. ഫാരിസിനെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഈ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സൈഡിലുണ്ട്. കാണിക്കുന്ന ചിലപ്പോൾ അവരുടെ ഫേസ് അവർ ലൈക്ക് ചെയ്യുന്നുണ്ടാവില്ല. കുഴപ്പമില്ല, എന്തായാലും അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെന്താണ്, ഇംഗ്ലീഷ് അറിയില്ലല്ലേ, ഡീൽ ചെയ്യായിരുന്നു. എന്തിനാ ഞാൻ ഡീൽ ചെയ്ത് അവർക്ക് വേറെ എന്തെങ്കിലും വിചാരിക്കും. തമിഴ് അറിയാമോ? ഉണ്ട്, വേണ്ട, ചില വിടുതലായി പോയാലും. തമിഴ് തിരിയുമാ? തമിഴ് தெரியாது. തമിഴ് അറിയില്ലായിരിക്കും. ഹിന്ദി, മറാഠി, English come. No, come. I'm a YouTuber blogger. My name is Ajish. My YouTube channel name Ajish Talks. This is Faiz from Jadai Blogs. Okay. Okay. Yes. അത് നമ്മുടെ പുതിയ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട കുറച്ച് ആളുകളാണ്. ഓക്കെ, നമ്മളപ്പോൾ ഏകദേശം മഹാരാഷ്ട്ര. ഓ, യുവർ നെയിം പ്ലീസ്? Kiran Nalode. Oh, this is your family? Family. Okay, yeah, vacation time. Chala, Arosh. Okay. അതേ വന്നിട്ടുണ്ട് സംഭവം. ലിഫ്റ്റിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ജഡായി പാറയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട് അല്ലേ, ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇനി അങ്ങോട്ടാണ് നമ്മുടെ കൂടെ ഒരു ഗൈഡ് ചേട്ടനുണ്ടല്ലേ. ഓക്കെ,
ആ ചേനാണ് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. നല്ല സപ്പോർട്ടായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അനിൽ. അനിൽ എന്നാണ്. ഫേസ് കാണിക്കാമോ? ഓക്കെ, ആ ചേനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ വരുവാണെങ്കിലും ഈ ചേട്ടനെ കാണുവാണെങ്കിൽ ഹായ് പറയണേ. അപ്പം നല്ല സപ്പോർട്ടായിരുന്നു. നമുക്കിനി പുറം കാഴ്ചകളിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിനി ഇവിടെയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഏതൊക്കെ ഷോപ്പിംഗ് മാർക്കറ്റൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ്, നല്ല സൂപ്പർ പ്രൈസ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ വന്നു. ഫാരിസേ, നിങ്ങൾ വിട്ടോ, ഞാൻ വരുന്നില്ല. ഇപ്പം ഡോർ എൻ്റെ കൂടെ വരുമായിരുന്നു. നമ്മൾ ഇതാ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇനി ബാക്കി കാര്യങ്ങളാണ്. ഇത് പുറം കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫൈൻ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഫൈൻ. എങ്ങനെയാണ് ജടായുപ്പാറ നിന്റെ മനസ്സിലെ കാഴ്ചകളിൽ നിനക്ക് മനസ്സിലായത്? എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരിസ് ഒരു ശബ്ദം കൊടുത്ത്. ഓക്കെ, ഹലോ. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നല്ലൊരു കാഴ്ചയായിരുന്നു, നല്ല പ്ലേസ് ആയിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതല്ല ഇത് കയറാൻ പറ്റുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. നല്ല രീതിക്ക് എനിക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. വളരെ വളരെ വളരെയധികം സന്തോഷമാനാണ് കഴിച്ച് ഞാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അനന്തൂരിലോട്ട് പോവാം. അനന്തൂർ എന്താണ് പറയാനുള്ളത്? എക്സ്പീരിയൻസ് വളരെയധികം നല്ലതാണ്. എന്തായാലും നല്ലൊരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് റിലാക്സേഷൻ ആയാലും എന്തായാലും നല്ലൊരു മൈൻഡ് സെറ്റാവും. എല്ലാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ കുറേ കഥകളൊക്കെ കേൾക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലോട്ട് ഞാൻ വരാം. ഓക്കെ, അജീഷാണേ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്ക്, ഏത് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കായാലും വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, വരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറേ ചരിത്രപരമായിട്ട് കുറേ കഥകളൊക്കെ ഉണ്ട്. അതാണ് വേറൊരു കാര്യം. അത് നല്ല അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള കഥകളാണ്. പിന്നെ ടെമ്പിളുണ്ട് ഇതിനകത്ത്, നമ്മൾ കണ്ടതുപോലെ തന്നെ ജഡായുവിൻ്റെ ശില്പിയുണ്ട്. ഇതൊക്കെയാണ് കാണാനുള്ളത്. മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും ടെൻഷനിലായിരിക്കുന്നവരാണോ അങ്ങനെയൊക്കെയാണെങ്കിൽ ധൈര്യമായിട്ട് വന്നോ, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. ഇനി നമുക്ക് ഫാരിസിനെ കാണാം. എൻ്റെ അനിയനാണ് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വന്തം ഫാരിസ്. എനിക്ക് വീഡിയോയിൽ ഇത്രയും സമയം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫാരിസായിരുന്നു. ഫാരിസേ, നിനക്ക് തോന്നിയ എല്ലാ കാര്യവും പറ. നമ്മളെ ഈ തടിമാടന്മാരെ കൊണ്ട് ചെമന്നില്ലേ, അതുവരെ നീ പറ 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 പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അകത്തൊക്കെ കയറുന്നത്. ഞാൻ ഇവിടെ ചടയങ്ങളത്തുള്ളതാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ കയറുന്നത്. ഞാൻ വെളിയിലൊക്കെ കയറിയിട്ടുണ്ട്, അകത്ത് കയറുന്ന ആദ്യമായിട്ടാണ്. ഇതേപോലെ നമുക്ക് ഇത്ര സൗകര്യം ഒപ്പിച്ചെന്ന ഒരു പഞ്ചായത്ത് ഓഫീസ് സാറും അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നല്ല കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ പച്ചപ്പേറിൻ്റെ ഭാഗമൊക്കെ തന്നെ നല്ലടാ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിക്കേണ്ട ഭാഗമായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇവിടെയൊക്കെ അവസാനമായാലും കാണാൻ പറ്റിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യം. ജടായുപ്പാറ നമ്മൾ ഇന്നങ്ങനെ സന്ദർശിച്ചിരിക്കുന്നു. എന്തായാലും സെൽഫിയൊക്കെ എടുക്കാൻ മറന്നു പോയില്ലടാ ഫാരിസേ. നല്ല പോയിന്റുകളുണ്ട്. പിന്നെ ഒരിക്കലും അവസരം കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതെ നോക്കാം. അതെ, നമുക്ക് ഇനി നമുക്ക് വേറെ ആളുകളെയൊക്കെ കൊണ്ടുവരാം. പിന്നെന്താ, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന കാഴ്ചകളാണ്. ഓട്ടോമാറ്റിക്കോ? ആ, ഓട്ടോമാറ്റിക് സിസ്റ്റം കാണിച്ചെടുത്ത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ വമ്പിച്ച സെറ്റപ്പാണ്. ഈ മെഷീനൊക്കെ വന്നതോടുകൂടെ ആളുകളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു സത്യം. പിന്നെ വെള്ളം ഒഴിക്കാൻ അങ്ങനെ എനിക്ക് ജോലി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു. അപ്പം ഇവിടെ പനയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് പന, അപ്പുറത്ത് മുള, പിന്നെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പൂക്കളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്കിവിടെ അവസരം ഒരിക്കലും ഈ പറഞ്ഞുള്ള ഫായിസിൻ്റെ ബാപ്പയാണ്. അവരുടെ കൂടെ അവരുടെ ഫ്രണ്ട്സ് എന്തെന്ന് പറയാൻ, എന്നെ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. കാരണം അവരുടെ സ്വന്തം വണ്ടി കൊണ്ടുവന്നു, 1 രൂപ പോലും വാങ്ങാതെ അവരുടെ വണ്ടി കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക എന്ന് നിർബന്ധിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും അവരുടെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് ഇത്രയും കോൺഫിഡൻസ്. ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം, ചിലപ്പോൾ ഞാനും ഫാരിസും ഫായിനും അനന്തവും പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റായിരിക്കാം. പക്ഷേ
നിങ്ങളിപ്പോൾ നമ്മുടെ മുഖത്ത് കണ്ടില്ലേ കോൺഫിഡൻസ്, ഇത് കിട്ടിയത് ഫായിസിൻ്റെ ബാപ്പയുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പാർക്കിംഗ് മേഖലയിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ എത്താറായി. നമ്മളെ വണ്ടി കിടക്കുന്നു, നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫായിസിൻ്റെ ബാപ്പയും ഫ്രണ്ട്സൊക്കെ അവിടെ കാണും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പോയിട്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇവിടെ എന്തോ ബാപ്പ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്കിളിനെ നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. നമുക്ക് ഒരു പരിചയപ്പെടുന്ന സെക്ഷനാണ് അടുത്തുള്ളത്. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മുടെ ക്യാമറാമാൻ ചെറുതായിട്ട് തെന്നിയതാണ്. അപ്പം ഓക്കെ, പിന്നെ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇവിടെ അങ്ങളെ വന്നവരെ. ഓക്കെ, അപ്പം നമുക്കിനി വണ്ടിയുടെ അടുത്തോട്ട് പോവാം. അങ്ങ് വിളിക്കാൻ പറയൂ. നമ്മുടെ വണ്ടിയുടെ അകത്തായി വണ്ടിയുടെ അടുത്ത് എത്താറായി. നമ്മളെ വണ്ടി തിരിച്ചു. ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ടോ? ഓക്കെ, നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടൂർ ബസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലേ, കുറെ ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട്. ഭാവിന്റെ ബാപ്പ ടൂർ ബസ് ഡ്രൈവറാണ് കേട്ടോ. നാട്ടിൽ വരുമ്പോൾ ടൂർ ബസ് ഡ്രൈവർ ആണെങ്കിലും ഗൾഫിലോട്ട് പോകുമ്പോൾ അതിനേക്കാളും വലിയ ഇതാണ്. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങും. എനിക്ക് ഇവരെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്. ഇതെൻ്റെ പേരെന്താ? പഞ്ചായത്ത് ജോലി ചെയ്യുന്ന ജിജിനാണ് പേര്. ഓക്കെ, ഈ ചേട്ടന്റെ കെയർ ഓഫിലാണ് നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറിയത്. ഓക്കെ, അപ്പം വളരെ നന്ദിയുണ്ട് ചേട്ടാ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് അതെ, പിന്നെ അല്ല പവർ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഓരോരോ ചേട്ടന്മാരാണെങ്കിൽ ഒന്ന് ചേട്ടാ ഒന്നും ഇങ്ങോട്ടൊന്ന്. ആ ചേട്ടൻ എവിടെയാണ്? അടുത്ത ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? നിസാം. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ട്, 2 ബസ് ഉണ്ടായിരുന്നു. എന്റെ പൊന്നെ മുതലാളി, എന്റെ പൊന്നെ. അപ്പൊ നമുക്ക് ഒരു ദിവസം ടൂർ ബസ്സിന്റെ വീഡിയോ ഒക്കെ എടുക്കാം. നമ്മളൊരു വണ്ടി പ്രാന്തന്മാരൊക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പം ഇതാണ് ആ ചേട്ടൻ നമ്മുടെ കൂടെ. എനിക്ക് പറയാനുണ്ടോ, നമ്മൾ സാധാരണ ഈ വിഷ്വലി ചലഞ്ചറായിട്ട് അല്ലെങ്കിൽ കാഴ്ച വെല്ലുവിളിയുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരും മാറ്റി നിർത്തുന്ന അവസ്ഥയാണുള്ളത്. അവിടെ നല്ല കൂടെയുള്ള ഇതാണ് ഷൈജു. ഇതെല്ലാം ഇടല ഗ്യാങ് ആണല്ലോ ഗൈസ്. ഡ്രൈവർ ഉണ്ട്, പഞ്ചായത്തിലെ സ്റ്റാഫും ഉണ്ട്, മുതലാളി ഉണ്ട് വണ്ടിയില്. ഇത് വമ്പിച്ചെട്ടി ചേട്ടൻ്റെ പേരെന്താ? സ്ഥലം എവിടെ? ഓക്കെ, അപ്പൊ ഈ ചാനലിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ആളാരാ? ഓരോ ചേട്ടൻ വന്നേ. ഇതാണ് ഈ വണ്ടിയുടെ ഓണർ. 2 ട്രാവലറെ കൊണ്ടുവന്നതൊക്കെ ഇതാണ് ആംഗിളാണ്. അടുത്ത ആരാ? ഗ്യാങ്ങിന്റെ കൂടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പോകുന്ന സ്ഥലം നമ്മുടെ ചേട്ടന്റെ പേരെന്താ? നിസാം. നിസാം എന്ന് പറയുന്ന ചേട്ടന്റെ നമ്മുടെ മുതലാളിയാണ്. മുതലാളിയുടെ വണ്ടിയിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി കുറച്ച് അടിച്ചുപൊളിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഓർമ്മകൾ സമ്മാനിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പൊ കാഴ്ച ഉള്ളവരാണെങ്കിൽ ഒരുപാട് സപ്പോർട്ടൊക്കെ അവർക്കുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒരുപാട് മാറ്റി നിർത്തുമ്പോഴും ഇങ്ങനെയുള്ള ചിലവർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതല്ല, ഈ ഒരു കാലഘട്ടം അതാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ എന്തെന്ന് പറയാൻ, ഇപ്പൊ വീട്ടിലുള്ള ഒരാളിനെ പോലെ തന്നെയാണ് എന്നെ ഇവിടെ എല്ലാം പെരുമാറിയതും എന്നെ കൊണ്ടുപോയത്. നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം പിന്നെ ഇനി പ്രത്യേകിച്ച് പറയാനുള്ള ഫായിസിന്റെ ബാപ്പയാണ്. ഇന്ന് വീട്ടിലോട്ട് ക്ഷണിച്ച് നല്ല കിടിലൻ ഫുഡൊക്കെ തന്ന്. ഇതുവരെ വിശപ്പൊന്നുമില്ല. അത്രയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച്, ബീഫൊക്കെ കഴിച്ച്, ചോറ് കഴിച്ച്, ബീഫ് കഴിച്ച്, ഐസ്ക്രീം കഴിച്ച്, എന്തെല്ലാം വേണം എല്ലാം വാങ്ങിച്ച്. എൻ്റെ അടുത്ത് വന്ന ഉടനെ പറഞ്ഞത് ഇത് നമ്മളെ വീടല്ല, നിങ്ങളെ വീടാണ്, സെറ്റാട്ടിക്കണം, ഞാൻ നിങ്ങളെ പോലെയാണ്, കൊച്ചുപിള്ളേരെ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പൊളിയാണ്, സൂപ്പറാണ്. ഇനി രാത്രി എന്തൊക്കെ പരിപാടികളുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് പിന്നെ അല്ല അടിച്ചുപൊളിയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പോകുമ്പോൾ ഈ സ്ഥലം നമ്മൾ ആദ്യം കാണിക്കാന്നാണ് വിചാരിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ വരുന്ന ഭാഗങ്ങള്. ഇവിടുന്നാണ് ആദ്യമേ അകത്തോട്ട് പോയത് കേട്ടോ. നമ്മുടെ ഇൻട്രോ എടുത്ത സൈഡാണ്. അതെ അതെ അതെ. നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ നമുക്ക് ജടായിപ്പാറയുടെ എൻട്രൻസ് ഒക്കെ നമുക്ക് പോയി നോക്കാം, അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഈ പഞ്ചായത്തിലുള്ള ചേട്ടന്റെ ഹെൽപ്പോട് കൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. ചന്തു ചേട്ടനാണ്. എനിക്ക് ഇവരൊന്നും മുൻപ് പരിചയമില്ല. ഫായിസിന്റെ പപ്പയുടെ ഫ്രണ്ട്സാണ്. പക്ഷെ
ഇനി അങ്ങോട്ട് ചത്താലും മറക്കാത്ത ഓർമ്മകളാണ്. ഇതുവരെ എന്നെ ഇങ്ങനെ ഒരിടത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടില്ല. അതെ അതെ, ഒരു ജീവിതമേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് എന്തായാലും എനിക്ക് അതിനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രാവൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒന്നും കിട്ടാത്ത എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെ വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് കണ്ടു കണ്ടില്ല അതൊന്നുമല്ല, നമ്മുടെ കൂടെ ഉള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറി അതൊക്കെയാണ്. നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്തത് തെറ്റായിരിക്കാം, പറഞ്ഞത് തെറ്റായിരിക്കാം, പക്ഷെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ്, എന്തെങ്കിലും സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഇവരാണ്, ഇവർ മാത്രമാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവരെ പറ്റി പറയാനുള്ളത്. പൊളിയാണ്, എനിക്കിനി വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സപ്പോർട്ടാണ് തന്നത്. ഇവിടെ വണ്ടി ഇടപെടുന്നത് ഇത് വണ്ടിയുടെ മുതലാളിയുടെ വീട് ഈ വണ്ടിയുടെ നമ്മുടെ ഈ സഞ്ചരിക്കുന്ന വണ്ടിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പം ആ ചേട്ടന്റെ ബസ്സിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ ഇപ്പൊ? കൂട്ടുകാരന്റെ ബസ്സിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതൊക്കെ അപ്പൊ ഗൈസ് നമ്മള് ബസ്സിന്റെ അടുത്തോട്ട് പോകണം കേട്ടോ ഗൈസ്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു വേറെ അതെ, അപ്പൊ വേറെ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് വിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. എന്തെന്ന് പറയാൻ, വണ്ടി മാത്രമല്ല, അവരെല്ലാരും ഗ്യാങ്ങോടെ തന്നെ വന്നു. പിന്നല്ല നമുക്കിങ്ങനെ ബസ്സിൽ പോവാം. നമുക്ക് അത് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ എനിക്ക് എന്തായാലും ഒരിക്കലും അറിയാം, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അതൊക്കെയാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സംസാരത്തിൽ മനസ്സിലായത്. പിന്നെ നല്ല സ്ഥലമാണ് കേട്ടോ, നിങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റുവാണെങ്കിൽ വന്ന് നോക്കുക. ചെറിയൊരു ബ്ലോക്ക് പെട്ടിട്ടുണ്ട്. ബ്ലോക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മള് സൂപ്പറായിരുന്നു. എനിക്ക് ഈ ഒരു സെക്ഷൻ എന്താ അതെ അതെ, അതിൽ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പിന്നെ പറയാനുള്ള സ്റ്റാഫ്, അതെ അതെ അതെ, അവരെല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ നിങ്ങളെ നോക്കി ആളെ നിപ്പുണ്ട്. അതെ, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ റോപ്പിലൊക്കെ കയറി ഞാൻ സത്യം പറയാല, എനിക്കിത് 23 വയസ്സായി. 23 വർഷത്തിനകത്ത് ഞാൻ ഇതുവരെയും ഇങ്ങനൊരു സംഭവത്തിൽ കയറിയിട്ടില്ല. വേറെ കയറിയിട്ടുണ്ട്, ഇതേപോലെ അല്ല, ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല. ഇത് ആദ്യമാണ്. നമ്മളെ നല്ല ഹൈറ്റിലാണെന്ന് തോന്നുന്നു പോകുന്നേക്കെ അല്ലേ? പുറത്ത് നല്ല ഹൈറ്റിൽ നിന്നാണ് പോകുന്നത്. ആദ്യമേ ശകലം ഫാസ്റ്റിന് പോയിട്ട് പിന്നെ സ്ലോ ആവും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫാസ്റ്റ് ആണ്. അങ്ങനെയാണ്. പിന്നെ കുറെ പേരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി റോപ്പിൽ ഇരുന്നപ്പോ തന്നെ കുറെ ബംഗാളി ആയിട്ടുള്ള നേപ്പാൾ അല്ലേ, മഹാരാഷ്ട്ര, അവിടെയുള്ളവര് നമ്മള് പറയുന്ന എല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ തമിഴ് தெரியாതെന്ന് ചോദിച്ചു. അപ്പം അവരെന്നെ മഹാരാഷ്ട്ര, ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മളെ പരിചയപ്പെടുത്തി. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇംഗ്ലീഷ് ഡീൽ ചെയ്യും. അപ്പൊ അതൊക്കെയാണ്. പിന്നെന്താ, പിന്നെ നമ്മുടെ കാഴ്ചകൾ അങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ ചടങ്ങത്ത് നമ്മളെ വീടിന്റെ മുമ്പിലാണ് ഇത്. ഓ, വീടിനടുത്താണല്ലേ? വീടിന്റെ മുമ്പിലിരിക്കുക. പോലീസ് വണ്ടി കയറി പോകുന്നു. നമുക്കിനി ബസ് കിടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ട് ഓക്കെ ബാക്കി തുടങ്ങാം. പാട്ടൊക്കെ പാടാം. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്നു ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയൊരൊട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കൈ
നടുവും തളർത്തി വണ്ടി പരലി പരല് പൂവാലി പരലി പരല് ഇന്നലെ നേരത്തെ പരല് വെള്ളത്തിലോടണല്ല പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്തെ പരല് വെള്ളത്തിലോടണല്ല പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണ ആൽമരം കണ്ടേഞ്ഞാ കണ്ണാല കണ്ടേഞ്ഞാ ഞാനും എന്റെ അളിയനും കൂടി പറമ്പത്തോരു ചേനത്തണ്ടൻ ആ ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എന്റെ അമ്പോസർ വന്നേ അപ്പൊ നമ്മള് അടിച്ച് പൊളിച്ച് അങ്ങനെയൊക്കെ പോകണം. നമ്മളെന്തായാലും ഈ ഓർമ്മകളുടെ കൂടെ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മളെ മണിച്ചേട്ടനെ എന്നുള്ളതാണ്. എന്താ ഇതൊരു ഇട സൈഡിൽ അമ്പലമുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്. മഹാദേവ ക്ഷേത്രമാണ് നമ്മളെ ചടയം ജംഗ്ഷനിൽ. ഓ ഇതാണ് ചടയമംഗലം ജംഗ്ഷൻ. ജംഗ്ഷനാണ്. ജംഗ്ഷൻ നീക്കിയപ്പം ബ്ലോക്കായി. അപ്പം ഇവിടെ ബസ്സിലോട്ട് പോകാൻ ബസ്സിന്റെ പേരെന്താ? ബസ് പരുത്തിപ്പോയ രണ്ട് ബസ് ചേട്ടൻ താഴെ പോകുന്നുണ്ട് ഈ ബൈര്. ഓ പിന്നെ നമുക്കെന്തായാലും ബസ്സിലോട്ട് പോവാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ ഒരു ജനറേഷനില് വണ്ടി പ്രാന്തന്മാര് ഒരുപാട് പേരുള്ളവരാണ്. സൗണ്ട് പ്രാന്തന്മാരുള്ളതാണ്. അപ്പം ഇതില് ഏത് കാറ്റഗറിയിൽ ഞാൻ പെടുമെന്ന് ചോദിച്ചാൽ സൗണ്ട് പ്രാന്തനാണ്. പിന്നെ ഇതില് വണ്ടി പ്രാന്തനുണ്ട്. വണ്ടി പ്രാന്തനാണ്. നടപ്പാലം ഉപ്പാന്റെ കയ്യും പിടിച്ച് നടക്കണ കാലം ആയോരു പാലത്തിന്റെ കോണൂരെന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ എന്താ ഒരു വിളിയും കേട്ട് പണ്ടൊരൊച്ച പോലെ എന്നമ്മ മണ്ണോടു മണ്ണായിരുന്നു അപ്പൻ തന്നല്ലേ പറയാറുള്ള. ബസ് കിടക്കുന്ന സ്ഥലത്താണ്. അപ്പൊ സോ ഗൈസ് പമ്പാണ് എത്തിപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി പുറത്തിറങ്ങിയിട്ട് കാഴ്ചകളിലോട്ട്. ഓ സോ ഗൈസ് അപ്പൊ നമ്മളങ്ങനെ വണ്ടിയുടെ മുതലാളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. റിയൽ മുതലാളി ഇതാണ്. ഇതാണ് പേര് പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട് പേര് പറഞ്ഞിട്ട് ഇതിന്റെ പേരെന്തോന്നു? റഷ്യൻ. അങ്ങനെ വണ്ടിക്ക് എങ്ങനെ ഓട്ടോ ഒക്കെ ഉണ്ടോ? അപ്പൊ ഗൈസ് എന്തെങ്കിലും ഓട്ടോ കൊണ്ടുവച്ച് എന്നെ വിളിക്കാം കേട്ടോ. നമ്പരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ കടയമംഗലത്തുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പെർമിഷൻ തരില്ലേ? അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറാനുള്ള. ഇതാണ് വണ്ടി. പരുത്തിപ്പൊയ്ക ത്രിലോക എന്നാണ് എഡിഷൻ നെയ്മ് കേട്ടോ. ഓ ഗൈസ് ഇതാണ് ക്യാബിനൊക്കെ കേട്ടോ ഗൈസ്. ഓ ഗൈസ് ഇതാണ് വണ്ടിയുടെ ആകമൊക്കെ പൊളപ്പാണ് ഗൈസ്. ഒരു വലിയ ടി വി ഒക്കെ ഉണ്ട്. പവർ സാധനം ഗൈസ്. ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എന്റെ പൊന്നെ ചൂടുണ്ട് ഗൈസ്. അതെ വെയിലത്തൊക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മള് പവറാണ് ഗൈസ് വണ്ടി. നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ ബാക്കിലോട്ടോ ഏറ്റവും ബാക്കിലോ സൂപ്പർ വണ്ടിയാണ്. സെറ്റാണ് ഗൈസ്. വണ്ടിയുടെ പേര് പരുത്തിപ്പോയ ചടയമംഗലത്ത് എന്ത് ഓട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കണം. ചടയമംഗലത്തൊന്നൊന്നുമല്ല, കേരളത്തിനകത്ത് എവിടെ ഉണ്ടോ നിങ്ങളെ വിളിച്ചാൽ ഇവര് വരുമായിരിക്കും. ഒരുപാട് ബസ് ഉണ്ട്. ഞാനെല്ലാം ഓടിക്കുന്നതാണ് ഈ ബസ്. കൈരളി
പട്ടം പോലെ കാറിപ്പോകാതെ കൊമ്പത്തോളം കേറിപ്പോകാതെ തരിപോലും മങ്ങല്ലേ നിറപോലും പൂവല്ലേ ചുമ്മാ ചുമ്മാ പാടിപ്പോകാതെ जश्ना भी सुपर कारा आज मैं था ड्राइव कितना दुनिया दे सब चले ये तो सरवाइव कितना एक स्टेप इस दिल ले भरता मैं 35 कितना എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥത പുറകെ ലോകമെത്തി നാലുദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ എത്തിക്കും പ്രാസം ചുട്ടുപൊള്ളി ഒരു ഭൂമി നഗരം എനിക്കാരുണ്ട് ഇവിടെ പ്രാസം ഞാൻ മാറ്റുന്നു ഒരു പച്ച പൂവിടങ്ങൾ അതിൽ വർണ്ണത്തിന്റെ പിടങ്ങൾ എന്റെ റാപ്പിൽ കളിക്കുന്ന സപ്തസ്വരങ്ങൾക്ക് എന്റെ ഭാവത്തിൽ വിധിക്കുന്ന നവരസങ്ങൾ ശൃംഗാരം ഔദര വീരഭയാനകം കരുണം ദീപസം അത്ഭുതം ശാന്തം ഹാസ്യം ഏകാടിയാണേലും കടാക്ഷ കുഞ്ഞിലെ രഹസ്യം തോമസിന്റെ മനസ്സിൽ തെളിച്ചെന്ന മനസ്സിൽ വീക്ഷണ മനസ്സിലെ ദൃഷ്ടികൾ അവസിൽ ആഗ്രഹം മനസ്സിൽ ശൈലികൾ മനസ്സിൽ രക്തമുള്ള പഞ്ചാരങ്ങളിലെ ദൈവം വിജയ കൊടി നാട്ടുക നക്ഷത്രം അറിവാൻ കടി പിടി ചുറ്റിക സംഗീത ലഹരി തീർന്നു പട്ടിക വിട പണി ചാലക മതിൽ കെട്ടു കട്ടിള Here we go, take your soul back aside. Do you know the pressure I'm riding by? It's now whenever I see you decide. Come break a leg, you're fly and ride. In the ഉലകത്തിൽ ഉലവല വീരയാണ് നീ ഓടും സത്തം തരു വെற்றி പാട്ട് നെഞ്ചിതില്ല ഏറ്റി നീ വാഴ്ന്നു പാട്ട് തരി ഓടും സത്തമായി മാറ്റി കാട്ട് മനസ്സിലാകും പഠിച്ചു തുള്ളാം കിടച്ചു സ്വർഗം അറിഞ്ഞു പോരാം മതിച്ചിടുമ്പോൾ ഉതിർന്ന വീരത്തിൽ കൊതിച്ചതെല്ലാം തിരിച്ചു നേടാം ഇതാണല്ലോ തകിട താളം ഇനിയല്ലോ തകതിന് മേളം ഒഴുത്തു കൂട്ടാൻ നിർത്തലെത്തി ടപ്പ് ടപ്പ് കൂടത്തുള്ള
അപ്പോ എനിക്ക് സംസാരിക്കാൻ തന്നെ വയ്യ. അപ്പൊ അത്രയ്ക്ക് അടിച്ചു പൊളിച്ചു. എനിക്ക് ഇതിനൊരു അവസരം ഒരുക്കിയത് ആദ്യം തന്നെ ഫായന്റെ പപ്പയാണ്. അങ്കിള് ഇവിടെ ഇപ്പുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. അതിനോടൊപ്പം എന്നെ ജഡായിപ്പാറയില് കൊണ്ടുപോയത് അങ്കിളാണ്. അതിന് വണ്ടിയൊക്കെ വിട്ട് തന്ന് എനിക്ക് ഒന്നും ഫ്രീ ആയിട്ടല്ലേ ഞങ്ങള്. അപ്പൊ ഫ്രീ ആയിട്ട് നല്ല സപ്പോർട്ടായിട്ട് ഒരാളല്ല എല്ലാവരുമായിട്ട് ഒരുമിച്ച് വന്ന് വണ്ടിയൊക്കെ വിട്ട് തന്ന ചേട്ടനാരാ? റഷ്യൻ ചേട്ടൻ ഒന്ന് എണീറ്റന്നെ. വെളിയിലാണോ? ഓക്കെ, ചേട്ടൻ വെളിയിലാണ്. അത് കഴിഞ്ഞ് എനിക്ക് ജഡായിപ്പാറയിലെ നമ്മള് മെയിൻ എൻട്രൻസ് മാത്രം കണ്ട് സെൽഫി എടുക്കാനാണ് പോയത്. അതെ, എനിക്ക് അകത്തോട്ട് കയറ്റി, അതായത് ഫ്രീ ആയിട്ട് തന്നെ കയറ്റിയത് ചന്തു എന്ന് പറഞ്ഞ ചേട്ടന് പഞ്ചായത്താണ് പഠിക്കുന്നത്. ചേട്ടൻ ചേട്ടൻ എനിക്കെന്നെ മുഖം ഒന്ന് കാണിക്കട്ടെ എല്ലാരും. അപ്പൊ ചന്തു ചേട്ടനാണ്. പിന്നെ അത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടീം എന്തുകൊണ്ടെന്നറിയില്ല, പക്ഷെ എന്റെ പോലെ കിടിലമായിരുന്നു. എല്ലാവരും വന്നു ജഡായിപ്പാറയിൽ നമ്മുടെ അവിടെ. നമുക്ക് എന്താണോ വേണ്ടത് എല്ലാം ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിൽ ഫുള്ളായല്ലേ, അരമണിക്കൂറിൽ കൂടുതലായി നമുക്ക് വേണ്ടി വിട്ടു തന്നു. പാട്ട് ഇട്ട് തന്നു, ലൈറ്റ് ഇട്ട് തന്നു, എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ആ ചേട്ടൻ ചേട്ടനും വെളിയിലാണ്. അപ്പൊ ആ ചേട്ടൻ്റെയോടെയും ഈ സമയത്ത് എന്തുകൊണ്ട് ലാസ്റ്റായിട്ട് പറയാനുള്ള എല്ലാവരടുത്തും എനിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ചത്താലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച അപ്പം അടുത്തൊരു വീഡിയോയിൽ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീമിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം അജീഷ് ക്യാമറാമാൻ ഫാരിസിനോടൊപ്പം ബൈ ബൈ.